കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഒരു ലോ ഗ്രാജുവേറ്റ് കൂടിയാണ്. അപ്പോൾ നിയമം പഠിച്ച ഒരാൾ വന്ന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളും അല്ലാതെ പ്രഖ്യാപനത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളും നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് എഴുതാനത്. ഇപ്പോൾ BJP ഒന്നും കിട്ടിയില്ല, BJP ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ സന്തോഷത്തിലൊന്നും ഒരു കാര്യവുമില്ല. മുനമ്പത്ത് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ജസ്റ്റിസ് വിൽ ബി ഡൺ എന്ന ഒരു FB പോസ്റ്റർ ഇവിടെ മുനമ്പത്ത് നിന്ന് പോകുന്ന വഴി കിരൺ റിജിജു 14 മിനിറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ട്. കൃത്യമായി അവിടെയുള്ള ആളുകളെ കേട്ടതിന് ശേഷം ഇട്ടിരിക്കുന്നതാണ്. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്ററാണ്. അപ്പോൾ മുനമ്പത്ത് വന്ന ആളെ പറ്റിച്ചിട്ട് പോയി എന്നുള്ളൊരു നറേറ്റീവ് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളായി മറ്റ് സർക്കാരുകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പരിഹാരം ഉറപ്പാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ലല്ലോ. പിന്നെ താങ്ക് യു മോദി എന്ന പരിപാടി നടത്തിയത് ഈ ബില്ല് പാസ്സാക്കി നിയമമായതുമായി ബന്ധപ്പെട്ടാണ്. അത് അവിടെയുള്ള മുനമ്പം സംരക്ഷണ സമിതിയുമായി ഒക്കെ ആലോചിച്ചാണ് അവരുടെ സമരപ്പന്തലിന് തൊട്ടടുത്ത് ഈ പരിപാടി നടത്തിയത്. മാത്രമല്ല വരാപ്പുഴ അതിരൂപതയുമായും ഒക്കെ ഈ പരിപാടിയെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. വേദിയിലെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കിരൺ റിജിജുവും BJP നേതാക്കളും മാത്രമല്ല അവിടെ വരാപ്പുഴ അതിരൂപതയിൽ നിന്നുള്ള വൈദികരെ അടക്കം ആ വേദിയിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ടിലെത്തിയാണ്. ആ ഹോട്ട്സ്പോട്ടിലെത്തിയ ഒരു അഷുറൻസ് നൽകുന്നു എന്ന് പറയുന്നത് അത് നടക്കില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കിരൺ റിജിജു കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഒരു വോട്ട് വഴിയായി അല്ലെങ്കിൽ മുനമ്പം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് BJP ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം എന്നുള്ളതായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ഒക്കെ നീക്കം. കാരണം പാർലമെന്റിൽ അവർ ഈ ബില്ലിനെ എതിർത്തു, ബില്ല് നിയമമായി മാറുന്നതിനെ എതിർത്തു. അപ്പോൾ KCBC അടക്കം ആഹ്വാനം ഉണ്ടായിട്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് BJP എതിർക്കാനായിരിക്കും VD സതീശന്റെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും നീക്കം. അത് വിലപ്പോകുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുനമ്പം വിഷയം അത് ഇനിയും അങ്ങോട്ട് ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്ന് തന്നെയാണ്. കാരണം KCBC അന്നെടുത്ത സ്റ്റാൻഡ് തള്ളിക്കൊണ്ട് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിലാണ് ഇപ്പോൾ കിരൺ റിജിജു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞത് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വഖഫ് ബൈ യൂസ് അത് ഒഴിവാക്കിയത് നിർണായകമാണ്. ഇല്ലീഗലായി ഇനി ഒരു ലാൻഡും ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ അതോടൊപ്പം തന്നെ കോടതിയിൽ നിൽക്കുന്ന കേസാണ്, ലീഗലി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അത് കേസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. റിജിജു എന്തുകൊണ്ടാണ് UPA സർക്കാർ വരുത്തിയ 2013 അമെൻമെന്റ്സ് എടുത്തു പറയുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്ക ആർക്കാണ്? ഈ മുനമ്പം വിഷയം വന്നപ്പോൾ BJPക്ക് എന്തായാലും അവിടെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലമൊന്നും അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല BJP. അപ്പോൾ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് മുനമ്പം മാത്രമല്ല, കോൺഗ്രസിന് മധ്യകേരളത്തിലാകെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ എല്ലാ മണ്ഡലങ്ങളിലും CPIന് എന്തായാലും ക്രിസ്ത്യൻ വോട്ട് പോകാനൊന്നുമില്ല. പോകാനുള്ളത് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ്. അപ്പോൾ തങ്ങളുടെ ഒരു ബാസ്റ്റിയൻ നഷ്ടമാകുമോ എന്നുള്ള ആശങ്കയിൽ അവർ KPCC പ്രസിഡന്റിനെ വരെ മാറ്റാൻ പോവുകയാണ്. ആന്റോ ആന്റണി മാറ്റാൻ പോകുന്ന ആന്റോ ആന്റണിയിലേക്ക് ആ പേരിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ വോട്ടുകൾ കൂടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു തുടർഭരണം LDFന് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് K സുധാകരനെ മാറ്റി ആന്റോ ആന്റണി എന്ന പേരിലേക്ക് അവർ എത്തുന്നത്. മലബാറിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ വോട്ട് വഴി തന്നെയാണ് എന്തായാലും കോൺഗ്രസ് അടക്കം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പം വിഷയം മൂലം വോട്ട് നഷ്ടമാകാതെ ഇരിക്കാൻ ഇപ്പോൾ കിരൺ റിജിജു അവിടെ വന്ന് പൊടുന്നനെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ മുനമ്പത്തെ എല്ലാവർക്കും ഈ റൈറ്റ്സ് എല്ലാം ഉറപ്പാക്കി കൊടുക്കാൻ കഴിയും, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് കരുതുന്നത് ശരിയല്ല. അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും രണ്ടായി നിൽക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷത്തിന് മുതലെടുക്കാം എന്നത് നടക്കില്ല. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് തന്നെ ആക്ട് ചെയ്യുന്ന കാര്യമായിരിക്കും മുനമ്പം വിഷയത്തിൽ നമ്മൾ കാണാൻ പോവുക. ഇവിടെ CPIM ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തങ്ങളുടെ വോട്ടുകൾ പിടിച്ചു നിർത്താൻ CPIMന് സാധിക്കുന്നുണ്ട്. മുനമ്പത്ത് പ്രതിപക്ഷത്തിന് ഒരു നേട്ടം ഉണ്ടാകാതിരിക്കാൻ CPIM അഥവാ LDF സർക്കാർ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനമ്പത്ത് ഒരു പ്രശ്നപരിഹാരം സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ ടുഗദർ എടുക്കുന്ന ഒരു കാര്യമായിരിക്കും വരുന്ന മാസങ്ങളിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് തന്നെ അത് ശ്രമിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. അത് നിയമപരമായി സുപ്രീം കോടതിയിൽ പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നതടക്കം സൂചനകൾ കിരൺ റിജിജു നൽകുന്നതും അതിന്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നും കിരൺ റിജിജുവിന്റെ പ്രസംഗത്തിൽ ഇന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് ഈ പുതിയ നിയമം ഈ കാര്യത്തിൽ എത്രത്തോളം ബാധകമാണ് എന്നതാണല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഇവിടെ മുനമ്പം രേഖകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രേഖകൾ പരിശോധിക്കുന്നതിന് അതിൽ ഈ പുതിയ നിയമം വഴി രേഖകൾ പരിശോധിക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ്. അപ്പോൾ നിയമം അറിയാവുന്ന കിരൺ റിജിജു വെറുതെ അത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എറണാകുളം കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതിലെ മറ്റ് ഇൻക്ലൂഷൻസ്, ഈ ഭേദഗതി പ്രകാരം അതെല്ലാം ഇപ്പോൾ നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സ്റ്റേറ്റ് വഖഫ് ബോർഡ്സിന്റെ എല്ലാം ഘടനയിൽ മാറ്റം വരികയാണ്. അപ്പോൾ ആ വഖഫ് ബോർഡിന് മുന്നിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ ബോർഡ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതിന്മേൽ കൃത്യമായ ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ട് സംസ്ഥാന
സർക്കാരിന് അത് നടപ്പാക്കാനും സാധിക്കും. നേരത്തെ പോലെ അത്ര കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷൻ അല്ല സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. കോടതിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്ന കാര്യങ്ങളിൽ കോടതി വഴി തന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അക്കാര്യത്തിൽ ഇന്നിപ്പോൾ റിജിജു പറഞ്ഞതനുസരിച്ച് ട്രിബ്യൂണൽ ഉത്തരവ് എതിരായാലും വഖഫ് ട്രിബ്യൂണലിൽ നിൽക്കുന്ന ഈ കേസിൽ വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ ഇത് എതിരായി കഴിഞ്ഞാൽ മുൻപത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ട്രിബ്യൂണൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് അത് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനമാകണമെന്നുമില്ല. ട്രിബ്യൂണലിന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഈ സ്റ്റേറ്റിൻ്റെ പിന്തുടർച്ച അവകാശികൾ അവർ ഈ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞു. അവർ കൊടുത്തത് അത് വഖഫായിട്ടുള്ള ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ രീതിയിലാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ കേസ് നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മാധ്യമങ്ങൾ കിരൺ റിജിജുവിനെ കാണുന്നതിന് മുൻപ് തന്നെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പോക്സ് പേഴ്സണും അദ്ദേഹവും ഒക്കെ അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിയോട് അദ്ദേഹം ചോദിച്ചത് ഈ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഈ നിയമം മൂലം ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യം ചോദിച്ചത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ്. അദ്ദേഹത്തോട് യെസ് എന്ന മറുപടി കിരൺ റിജിജു കൊടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിന് വന്ന് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നത് അത് വെറുതെ ഒരു ഉറപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് അതർവൈസ്. അല്ലാതെ നമ്മളിരുന്ന് വാക്കിട്ട് തല്ലിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ജസ്റ്റിസ് വിൽ ബി ഡൺ എന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടപ്പാകട്ടെ. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ നിയമവഴിയിലൂടെ പരിഹാരം ഉണ്ടാകട്ടെ. വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരങ്ങളിലും ഘടനയിലുമൊക്കെ നിയമ ഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തി മുൻപത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ 2-3 വർഷമായി പുനഃസ്ഥാപിക്കാതെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് എത്രയും പെട്ടെന്ന് അടുത്ത മാസങ്ങളിൽ തന്നെ അതിന് കഴിയണം. വോട്ട് വഴിയായി കണ്ടുകൊണ്ട് ഇതിപ്പോൾ BJPയെയും കേന്ദ്ര സർക്കാരിനെയും കുറേ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏത് പാർട്ടി ആയാലും അവിടുത്തെ ആളുകൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. അതിന് എല്ലാവരും ചേർന്നുള്ള ഒരു സമീപനം, അതിപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു സമീപനമാണ് ഞാൻ ഇക്കാര്യത്തിൽ മുന്നിൽ കാണുന്നത്. Meet the editors.